ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്, സ്വീറ്റ് പത്തിരി. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കാം. ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെർമിസെല്ല ചെറിയ പാക്കറ്റ് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാര ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ടാവും. പിന്നെ ഇത് കുറച്ച് തേങ്ങ, അതുപോലെ തന്നെ 2 ഏലക്കായ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത്, പിന്നെ കുറച്ച് വെള്ളം വേണം. അപ്പോൾ ഫില്ലിംഗ് ഇതാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഫില്ലിംഗ് റെഡിയാക്കാം. ഇത് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കും. ഇതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാം. പഞ്ചസാര അപ്പോൾ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വെർമിസെല്ല അതും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് തിളച്ച് വരുന്നതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഫില്ലിങ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തീ ഓഫ് ചെയ്യാന്ന്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അതിപ്പം തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കവറിങ് റെഡിയാക്കാനായിട്ട് അരിപ്പൊടി ഇത് നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തേക്കാണ്. ഇപ്പോൾ പത്തിരിക്ക് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണാത്തവരൊന്ന് കണ്ടു നോക്ക്. പത്തിരിയും ബീഫ് റോസ്റ്റിൽ എങ്ങനെയാണ് പത്തിരി കറക്റ്റ് അളവിലെടുത്ത് ചെയ്യാമെന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി ഈ മാവിലേക്ക് നമ്മൾ കുറച്ച് എള്ളും പെരിഞ്ചീരകവും അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പത്തിരിയുടെ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ റോൾസ് ആക്കിയിട്ടുണ്ട്. നമുക്കിതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം അവിടെ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് പരത്തി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് നിറയ്ക്കാം. ഇനി ഒരു റോളും കൂടെ ഇതുപോലെ പരത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കവർ ചെയ്തെടുക്കാം. അപ്പം നമ്മളെല്ലാ പത്തിരിയും സ്വീറ്റ് പത്തിരിയും പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെയ്തെടുക്കാനായിട്ട് ഓയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് എടുക്കാം. അപ്പോൾ നമ്മളെല്ലാ സ്വീറ്റ് പത്തിരിയും ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതൊരു ഗോൾഡൻ കളറാകുമ്പോഴത്തേനും നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് വരും. അതുവരെ കാണാം. ടാറ്റാ.